നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി. ലാൻഡിംഗ് ഗിയറിന് ഉൾപ്പെടെ സാങ്കേതിക തകരാർ ഉണ്ടായതിനെ തുടർന്നാണ് ജിദ്ദ കോഴിക്കോട് വിമാനം നെടുമ്പാശ്ശേരിയിൽ ഇറക്കിയത്. വിമാനത്തിന്റെ ടയറുകൾ പൊട്ടിയിട്ടുണ്ട്. തകരാർ പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുന്നു എന്ന് സിയാൽ അധികൃതർ അറിയിച്ചു. നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകാനുള്ളത്. നിതിൻ, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സുരക്ഷിതമായല്ലേ ഇപ്പോൾ ആ വിമാനമുള്ളത്? രാവിലെ 9:15 ഈ സംഭവം നടക്കുന്നത്. അതായത് ജിദ്ദയിൽ നിന്നും കരിപ്പൂരിലേക്ക് പൊക്കൊണ്ടിരുന്ന വിമാനമാണ്, എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനമാണ് ഇത്തരത്തിൽ സിയാൽ എയർപോർട്ടിൽ, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നത്. ഇതിന്റെ 2 ടയറുകളും പൊട്ടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ ഈ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിനും തകരാറുണ്ട്. ഈ തകരാർ പരിഹരിക്കാനുള്ള ശ്രമം നിലവിൽ നടന്നു വരികയാണ് എന്നാണ് വിമാനത്താവള അധികൃതരിൽ നിന്നും മനസ്സിലാക്കുന്നത്. യാത്രക്കാർക്കാർക്കും തന്നെ പരിക്കുകളില്ല. 160 യാത്രക്കാരും ക്രൂ മെമ്പേഴ്സുമായിരുന്നു ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. യാത്രക്കാർക്കാർക്കും തന്നെ പരിക്കുകളില്ല. സേഫ് ലാൻഡിംഗ് ആയിരുന്നു എന്നാണ് നിലവിൽ വിമാനത്താവള അധികൃതർ വ്യക്തമാക്കുന്നത്. അതായത് ഇതിന്റെ മെയിൻ്റനൻസ് വർക്ക് അല്ലെങ്കിൽ ഈ തകരാർ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. ഇതിൽ ഈ യാത്രക്കാരെ നിലവിൽ ഹോട്ടലിലേക്ക് മാറ്റിയിട്ടില്ല, എയർപോർട്ടിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഇതിൽ ഈ തകരാർ പരിഹരിക്കാനായില്ലെങ്കിൽ ഇവരെ റോഡ് മാർഗം കരിപ്പൂരിൽ എത്തിക്കാനാണ് നിലവിൽ വിമാനത്താവള അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ്, ഏകദേശം 1 മണിക്കൂർ മുൻപാണ് ഇത്തരത്തിലൊരു അടിയന്തര ലാൻഡിംഗ് വന്നത്. വളരെ വലിയ ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് 2 ടയറുകളും പൊട്ടിത്തെറിച്ചു എന്നാണ് വിമാനത്താവള അധികൃതർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ലാൻഡിംഗ് ഗിയറിനും തകരാറുണ്ടായിരുന്നു. അപ്പോൾ വളരെ അപകടമായ ഒരു അവസ്ഥയിലായിരുന്നു വിമാനം ലാൻഡ് ചെയ്തത്. ഏതായാലും വലിയ അപകടത്തിലേക്ക് പോകുന്നില്ല എന്ന്, അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോയിട്ടില്ല, വലിയ ദുരന്തം ഒഴിവായിട്ടുണ്ട്. ഈ 160 യാത്രക്കാരും ഇതിപ്പോ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തു. പക്ഷേ ഈ ടയറുകൾ പൊട്ടുക എന്നുള്ളത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണോ, അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളുണ്ടോ? ഈ വിമാനത്തിന്റെ ടയറുകൾ പൊട്ടിത്തെറിക്കുന്നത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒന്നല്ല എന്നാണ് ഈ വിമാനത്താവള അധികൃതർ നമ്മൾ മനസ്സിലാക്കുന്നത്. വലതുവശത്തെ 2 ടയറുകളും പൊട്ടിത്തെറിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. വലതുവശത്തെ 2 ടയറുകളും പൊട്ടിത്തെറിച്ചു. ഒപ്പം തന്നെ ഈ ലാൻഡിംഗ് ഗിയറിനും തകരാറുണ്ടായിരുന്നു. അപ്പോൾ വളരെ ശ്രമകരമായാണ് ഇത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത്, അല്ലെങ്കിൽ വിമാനത്താവളത്തിൽ ഈ വിമാനം ഇറക്കിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. 160 യാത്രക്കാരായിരുന്നു ഈ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെ എല്ലാം ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ടോ? 160 യാത്രക്കാരും ക്രൂ മെമ്പേഴ്സും ആയിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇവരെ ഈ വിമാനത്തിൽ നിന്നും പുറത്തിറക്കിയിട്ടുണ്ട്. ഇവരെ എയർപോർട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആർക്കും തന്നെ, ക്രൂ മെമ്പേഴ്സിനോ അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനോ, യാത്രക്കാർക്കോ പരിക്കുകളൊന്നും തന്നെ ഇല്ല എന്നാണ് വിമാനത്താവള അധികൃതർ വ്യക്തമാകുന്നത്. ഈ യാത്രക്കാരുമായി മറ്റോ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ? കാരണം വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യുന്നു, ടയറുകൾ പൊട്ടുന്നു, അങ്ങനെ വിമാനം ഇറങ്ങിയ സമയത്ത് പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും, അങ്ങനെ എന്താണ് അവരുടെ പ്രതികരണം, എന്തെങ്കിലും നമുക്ക് ലഭിച്ചിരുന്നോ? ഈ യാത്രക്കാരുടെ പ്രതികരണം അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. ഈ വിമാനത്തിൽ നിന്നും ഇവരെ ഇപ്പോൾ എയർപോർട്ടിൽ തന്നെയുള്ള ഒരു ലോഞ്ചിലേക്കാണ് ഇവരെ ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. ഈ വിമാനത്തിന്റെ തകരാർ പരിഹരിക്കാനായില്ലെങ്കിൽ ഇവരെ റോഡ് മാർഗം കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുമെന്നാണ് നിലവിൽ വിമാനത്താവള അധികൃതർ വ്യക്തമാക്കുന്നത്. യാത്രക്കാരെ അല്പസമയം മുമ്പാണ് വിമാനത്തിൽ നിന്ന് പുറത്തിറക്കി ഇവരെ ഇത്തരത്തിൽ എയർപോർട്ടിലെ ലോഞ്ചിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഏതായാലും വിമാനത്തിന്റെ പണികൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ, തകരാർ പരിഹരിക്കാനുള്ള ശ്രമം നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രക്കാരുമായി സംസാരിക്കാൻ നിലവിൽ ആയിട്ടില്ല. അല്പസമയം മുൻപാണ് ഇവർ വിമാനത്തിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയത്. വലിയ അപകടമാണ് ഉണ്ടാകേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ വലിയ അപകടം തന്നെ ഒഴിവായി പോയി എന്ന് പറയാം. പ്രത്യേകിച്ച് 2 ടയറും പൊട്ടിത്തെറിച്ച അവസ്ഥ, അല്ലെങ്കിൽ ലാൻഡിംഗ് ഗിയർ തകരാറായ ഒരു അവസ്ഥയിലാണ് വിമാനം ഈ അടിയന്തരമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറക്കുന്നത്. വളരെ ശ്രമകരമായി തന്നെ ഈ വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറക്കിയിരിക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത്. വലിയ ദുരന്തം ഒഴിവ്, അല്ലെങ്കിൽ സാധാരണ ഇത് സംഭവിക്കുന്ന ഒന്നല്ലേ, ടയറുകൾ പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ ലാൻഡിംഗ് ഗിയർ തകരാറുകൾ മുൻപും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് ഒരു സ്വാഭാവികമായി അങ്ങനെ ഉണ്ടാകുന്ന ഒരു അപകടമല്ല. ഈ ടയറുകളടക്കം പൊട്ടിത്തെറിക്കുക. വലതുവശത്തെ 2 ടയറുകളാണ് പൊട്ടിത്തെറിച്ചത് എന്നാണ് സിയാൽ അധികൃതർ വ്യക്തമാക്കുന്നത്. അപ്പോൾ വലിയ അപകടം തന്നെ, അല്ലെങ്കിൽ വലിയൊരു ദുരന്തം തന്നെ ഒഴിവായി എന്ന് പറയാം. പ്രത്യേകിച്ച് 160 യാത്രക്കാരായിരുന്നു ഈ വിമാനത്തിൽ ഉണ്ടാകുന്നത്. ക്രൂ മെമ്പേഴ്സ് അടക്കം 170-ലധികം ആളുകൾ ഈ വിമാനത്തിനകത്തുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ 2 ടയറുകളും പൊട്ടിത്തെറിച്ച അവസ്ഥയിൽ, ലാൻഡിംഗ് ഗിയർ തകരാറിലായ അവസ്ഥയിലാണ് ഈ വിമാനം അടിയന്തരമായി നെടുമ്പാശ്ശേരിയിൽ ഇറക്കിയിരിക്കുന്നത്. ജിദ്ദയിൽ നിന്നും കോഴിക്കോടേക്ക് വന്നുകൊണ്ടിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനമായിരുന്നു. ഈ വിമാനമാണ് ഇപ്പോൾ അല്പസമയം മുൻപ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തിട്ടുള്ളത്.